യൂറോപ്പിന്റെ നാഗരികതയുടെ വികാസത്തിന്റെ തുടക്കമായിരുന്നു അത്. അതാണ് മുഖദ്ദിമ, ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ. 145 ഇംഗ്ലീഷ് വ്യാഖ്യാനങ്ങൾ എഴുതി. ഫ്രാൻസ് റോസന്താൾ ദി ഫാദർ ഓഫ് ദി ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ആരെ? ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ. ദി ഹിസ്റ്ററി ഓഫ് ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, ഫ്രാൻസ് റോസന്താളുടെ ഒരു പുസ്തകമാണ്. ആരെക്കുറിച്ച്? മുഖദ്ദിമയെക്കുറിച്ച്. മുഖദ്ദിമ എഴുതിയതോ നീണ്ട താടിയും തലപ്പാവുമുള്ള മുസ്ലിം പണ്ഡിതനായ അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ റളിയല്ലാഹു അൻഹു. അത് പരിഭാഷപ്പെടുത്തിയതോ മാതൃഭൂമി. ചിന്തിക്കണം. ആരെഴുതിയ വിവരം മുസ്ലിമീങ്ങളുടെ കയ്യിലല്ലാതെ ആരെ കയ്യിലാ ഉണ്ടായിരുന്നത്? നോക്കൂ നിങ്ങൾ, ജോഗ്രഫിയുടെ ബേസാണ് ഏത്? ഹിസ്റ്ററിയുടെയും ലോകത്തെ വിജയപരാജയങ്ങളുടെ മുഴുവൻ ബേസ് ഹിസ്റ്ററിയാണ്. ഏത് മനുഷ്യന് വിജയപരാജയത്തിന്റെ അടിസ്ഥാനമാണ് എന്ത്? അതുകൊണ്ടാണല്ലോ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പോലും എഴുതിയത് ഏറ്റവും വലിയ പുസ്തകം ഏതാ? വിശ്വചരിത്ര സംഗ്രഹം. ആരുടെ പുസ്തകം? നെഹ്റുവിന്റെ. ശ്രദ്ധിക്കുന്നില്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വിശ്വേത്തര പുസ്തകത്തിന്റെ പേര് വിശ്വചരിത്ര സംഗ്രഹം. ഖുർആൻ എന്നത് എന്താ? അവ്വലു മൻ ദുവ്വിന ഫി താരീഖ്, ലോകത്തെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം ഖുർആൻ. അവ്വലു കിതാബിൻ ദുവ്വിന ഫി താരീഖ്, വസ്തുനിഷ്ഠമായ ചരിത്രം, ലോക ചരിത്രത്തിന്റെ വസ്തുനിഷ്ഠത ലോകത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തിയ ആദ്യത്തെ ഗ്രന്ഥം. അവ്വലു കിതാബിൻ ദുവ്വിന ഫി താരീഖ്, താരീഖിലെ ആദ്യത്തെ ഗ്രന്ഥം ഖുർആൻ. സയൻസിലെ ആദ്യത്തെ ഗ്രന്ഥം ഖുർആൻ. ജോഗ്രഫിയിലെ ആദ്യത്തെ ഗ്രന്ഥം ഖുർആൻ. അക്ഷാംശ ധ്രുവാംശ രേഖകളെ കുറിച്ച് പറഞ്ഞത് ഖുർആൻ. എന്തിന്? കഴിഞ്ഞ കൊല്ലം ഒരു പുതിയ ഭൂമിയെ കണ്ടുപിടിച്ചപ്പോൾ എനിക്കറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ 5-8 കൊല്ലത്തെ ഖുർആൻ ക്ലാസ്സിൽ അനവധി തവണ ഞാൻ പറഞ്ഞിരുന്നു, ഭൂമി ഇതൊന്നുമല്ല, ഇനിയും ഉണ്ടാവുമെന്ന്. ഇനിയും ഭൂമിയുണ്ട്, ഇത് മാത്രമൊന്നുമല്ല. ഇതറിയുന്ന ആയിരക്കണക്കായ ആളുകൾ കേരളത്തിലുണ്ട്. ഇതറിയുന്ന അതിന് ഞാൻ അത് പറഞ്ഞിട്ട് 10 കൊല്ലം 5-8 കൊല്ലം കഴിഞ്ഞിട്ടാണ് നാസ യൂണിവേഴ്സിറ്റി വാനനിരീക്ഷണ ചിന്തകന്മാർ പുതിയ ഭൂമിയെ കണ്ടുപിടിച്ചത്. അത് ഞാൻ മഹാനായതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ആസ്ട്രോഫിസിക്സിന്റെ ബാലപാഠം പോലും അറിയൂല. പക്ഷെ ഖുർആൻ എന്നെ അതിനെ യോഗ്യനാക്കിയതാ. ഞാനിപ്പോൾ പറയുന്നു, ഇനിയും ഭൂമിയുണ്ട്. എൻ്റെ പുതിയ പാഠം, ഇനിയും ഭൂമിയുണ്ട്, ഇനിയുമുണ്ട്. ചൊവ്വയിൽ ജീവിക്കാൻ കൊള്ളൂല. ചൊവ്വയിൽ പഞ്ചനക്ഷത്രം പണിയൊന്നും വേണ്ട, ജീവിക്കാൻ കൊള്ളൂല. ചൊവ്വ ജീവിക്കാവുന്ന ഒരു ഗ്രഹമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല. അത് ജീവിക്കാവുന്നത് മതിയല്ല. ചന്ദ്രനിൽ പോയെന്നും പോയില്ലെന്നും ഇപ്പോഴും അഭിപ്രായം അമേരിക്കക്കാർക്കിടയിൽ 2 തരം ചിന്തകന്മാർ. ഒന്ന് ഭൂമിയിൽ തന്നെ ഒരിടത്ത് പോയി ഫോട്ടോ എടുത്തതാണ്. ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ് ഇറങ്ങിയിട്ടില്ല. ഒരു ഭാഗം അമേരിക്കൻ ചിന്തകന്മാർ, അവർക്ക് സംഘടന വരെയുണ്ട്. ചന്ദ്രനിൽ ഇന്ന് വരെ മനുഷ്യൻ കാല് കുത്തിയിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ചന്ദ്രനിൽ മനുഷ്യൻ ഇന്ന് വരെ കാല് കുത്തിയിട്ടില്ല എന്ന് പറയുന്ന ചിന്തകന്മാർ അമേരിക്കയിലുണ്ട്. അത് അവരുടെ ഒരു ചർച്ച. ഏതായാലും ഞാൻ പറയട്ടെ, ഇനിയുണ്ട്. ഞാൻ പറയാ, ഈ സാധുവായ ഈ ഏറനാടൻ ഗ്രാമീണന് വരെ ഇത് പറയാൻ കഴിഞ്ഞത് അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഖുർആന്റെ കഴിവാ. യജൂജ് മജൂജുകൾ ലോകത്ത് കൊണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് സിഗരറ്റ്. ചിലരൊക്കെ തല താഴ്ത്തി പിടിക്കുന്നുണ്ട്, അത് നിങ്ങൾ പറയേണ്ടിയിരുന്നില്ല. പുകവലിയുടെ ആസാമികൾ ആരാണ്? യജൂജ് മജൂജുകളാണ്, യൂറോപ്യന്മാരാണ്. 2 സംസ്കാരം യൂറോപ്പിൽ നിന്നാണ് ഉണ്ടായത്. ഒന്ന് പുകവലി, ഒന്ന് തുണി താഴ്ത്തിയിടൽ. 2 സംസ്കാരം യൂറോപ്പിൽ നിന്നാണ് ഉണ്ടായത്. ഒന്ന് തുണി താഴ്ത്തിയിടൽ, അത് യൂറോപ്യൻ സംസ്കാരമാണ്. റഷ്യൻ ഓപ്പറകളിലാ, ഷേക്സ്പിയറിയൻ നാടകങ്ങളിലാണ് ഇത് കണ്ടത്. ഷേക്സ്പിയറിയൻ നാടകങ്ങളിൽ ഒഥല്ലോ ആയാലും ജൂലിയസ് സീസർ ആയാലും ക്ലിയോപാട്ര ആയാലും അതൊക്കെയാണല്ലോ ഷേക്സ്പിയറുടെ നാടകങ്ങൾ. ഈ നാടകങ്ങളിലെല്ലാം അതിൻ്റെ ആദ്യകാല കാരിക്കച്ചേറുകൾ ഇപ്പോഴും ലോകത്ത് കിട്ടും. എങ്ങനെയാ? അതായത് നെരിയാണി കഴിഞ്ഞിട്ട് ഒരു മുഴം വസ്ത്രം ഉണ്ടാവും.
റഷ്യൻ ഓപ്പറകൾ മുഴുവനും അങ്ങനെയാണ്. ജുബ്ബ കുപ്പായം നീളും അങ്ങനെയാ. ജുബ്ബ കുപ്പായം നീണ്ട പെണ്ണിന് വരെ ഇങ്ങനെ വസ്ത്രം. ആ സംസ്കാരം കൊണ്ടുവന്നത് യൂറോപ്യന്മാരാകുന്നു. എരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു നീട്ടുന്ന സംസ്കാരം ഏഷ്യക്കാരുടേതല്ല, അത് യൂറോപ്യൻ്റെതാകുന്നു. അല്ല, ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾക്ക് പോലും ആദ്യകാലത്തെ സംസ്കാരം ഇല്ലല്ലോ. വടക്കൻ പാട്ടിൽ തച്ചോളി ഒടേനൻ അല്ലെങ്കിൽ ചന്തു ആരോ ആകട്ടെ, അവരെയൊക്കെ നമ്മൾ കാണുന്നത് ഏകദേശം എങ്ങനെയാ, ഒരു മുൻകുടുംബ അവർക്കുണ്ടാകുമെങ്കിലും ഏകദേശം അവരുടെ വസ്ത്രം ഞെരിയാണിയുടെയും മുട്ടിൻ്റെയും ഇടയിലാണ്. അരപ്പട്ട കെട്ടും അല്ലെ? അങ്ങനെ തന്നെയല്ലേ മാഷെ? ഉപനിഷത്തൊക്കെ അറിയുന്ന ഒരാൾ ഇവിടെ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ വെറുതെ പറയുകയൊന്നുമല്ല. ഇങ്ങോട്ട് നോക്കും, മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? തച്ചോളി ഒതേനായാലും ചന്തുവായാലും പിന്നെ ആരായാലും വടക്കൻ പാട്ടിലെ ആളുകളെയൊക്കെ അവരുടെയൊക്കെ ചിത്രങ്ങൾ കാരിക്കച്ചേറുകളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ. അതിൻ്റെയൊക്കെ ആദ്യകാലത്തെ രീതി വസ്ത്രം താഴ്ത്തിയിടാൻ തുടങ്ങിയത്, ഞെരിയാണിക്ക് താഴ്ത്തിയിടാൻ ഹിന്ദുക്കൾ പോലും തുടങ്ങിയത് ഈ ദഹിരിവാദക്കാർ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചതിന് ശേഷമാണ്. നിരീശ്വരവാദികൾ കൊണ്ടുവന്നതാ. അത് യൂറോപ്പ് വഴി വന്നതാ. ഇന്ത്യയുടെ സംസ്കാരമല്ല അത്. ഇന്ത്യക്കാർക്ക് അങ്ങനെ സംസ്കാരമല്ല. ഇന്ത്യക്കാർ കുചേലൻ എങ്ങനെ, കുചേലൻ്റെ രീതി എങ്ങനെ അല്ലേ? മാഷന്മാരുണ്ടല്ലോ ഇവിടെ. എങ്ങനെ കുചേലൻ്റെ രീതി എങ്ങനെ? കുചേലൻ കൃഷ്ണനെ കാണാൻ വേണ്ടി പോയ ഒരു രംഗം പറയുന്നുണ്ടല്ലോ. അതൊക്കെ എങ്ങനെയാ? അവിടെയൊക്കെ ചിത്രങ്ങൾ, നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിലെ ചിത്രങ്ങളൊക്കെ എങ്ങനെ നേരിയതായിട്ട് മുട്ടിൻ്റെ താഴെ ഉണ്ടാവും വസ്ത്രം അല്ലേ? അങ്ങനെ തന്നെയല്ലേ കുചേലൻ്റെ യാത്ര? ഇതൊക്കെ ധാരാളമായി നമ്മൾ സ്കൂൾ പുസ്തകങ്ങളിൽ ആ കാലത്ത് കാരിക്കച്ചേറുകൾ ഉണ്ടായിരുന്നുവല്ലോ. പിന്നെ ഈ ഞെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം കൊണ്ടുവന്ന ആ സംസ്കാരം കൊണ്ടുവന്നത് യൂറോപ്യന്മാരാണ്. അത് റഷ്യൻ ഓപ്പറകളുടെ സംഭാവനയുമാണ്. റഷ്യൻ ഓപ്പറ എന്നാണ് അത് വന്നിട്ടുള്ളത്. ക്ലിയോപാട്ര, ജൂലിയസ് സീസർ, ഒഥല്ലോ, ഈ നാടകങ്ങളുടെ മുഴുവനും ആദ്യകാല കാരിക്കച്ചറുകൾ കണ്ടാൽ അത് കൃത്യമായി കാണും. അവിടുന്നാണ്. എന്തിന് എന്നാൽ ഇംഗ്ലണ്ടുകാർക്ക് പോലും ആ രീതിയില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇംഗ്ലണ്ടുകാരുടെ ആദ്യത്തെ ശൈലി പോലും അങ്ങനെയല്ല. ഒരു ഹാറ്റ് ഉണ്ടാവും തലക്ക് മുകളിൽ, പക്ഷേ പിന്നെ ഈ പകുതിക്കാലുറയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടപ്പോൾ പറഞ്ഞത് പകുതിക്കാലുറ, പകുതി അതായത് അല്ലേ മുട്ടിൻ്റെ ഇവിടെ ഇങ്ങനെയാണ്. അങ്ങനെ ഒരു ഹാറ്റ് തലക്ക് മുകളിലുണ്ടാവും, പകുതിക്കാലുറയാണ്. പഴയ കാലത്തെ ഇംഗ്ലീഷ് ചിത്രങ്ങൾ പോലും അങ്ങനെയാണ് എല്ലാം. നേരെ മറിച്ച് ആ സംസ്കാരം കൊണ്ടുവന്നത് ദഹരിവാദക്കാരാണ്, റഷ്യക്കാരാണ്, റഷ്യൻ സംസ്കാരമാണ്. ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മൂന്ന് കാര്യത്തെ ഒന്നിൽ ചേർക്കണം. ഒന്ന് ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തൽ, രണ്ട് ഹിപ്പീസം, മൂന്ന് സിഗരറ്റ്, കഞ്ചാവ്. ഇതെല്ലാം യൂറോപ്യന്മാരെ വകയാണ്. അത് റഷ്യൻ ടൈപ്പാണ്. ഒരു മാൻഡ്രേക്കൻ ശൈലി, ഒരു പൈപ്പ്, സിഗരറ്റ് ഇങ്ങനെ പോവുക, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഡ്രാക്കുളൻ ശൈലിയാണ്, ഡ്രാക്കുളയുടെ ശൈലിയാണ്. നീണ്ടു കിടക്കുന്ന വസ്ത്രം,